നമ്മുടെ അതിഥികളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാസാഗർ ഗുരുമൂർത്തിയാണ്, അദ്ദേഹം ഓൺ ദി വേ ആണ്. അദ്ദേഹം എത്തിയിരുന്ന അദ്ദേഹത്തിനും കൂടി സ്വീകരിക്കാം. എന്നാലും നമുക്ക് ആരംഭിക്കാം. വെറ്റിവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധപാണിക്ക്, വീരവേൽ മുരുകനുക്ക്, ജയ് പഴനിയാണ്ടവ. ആ എനർജി വേണം നമുക്ക് ജീവിതത്തിലുടനീളം. ഭഗവാന്റെ എനർജി നമുക്ക് മുന്നേറാൻ, രാഷ്ട്രത്തിന് മുന്നേറ്റം നൽകാൻ, ഭഗവാന്റെ പടയാളികളാവാൻ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ എനർജി ആവശ്യമുണ്ട്. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, വളരെ സന്തോഷകരമായ ദിവസം. അതെ, ഒന്ന് സൗണ്ട് കുറയ്ക്ക് സൈഡിൽ. ഇന്ന് എല്ലമാർക്കിവിടെ കേരളത്തിലെ ആദ്യത്തെ പ്രോഗ്രാം. നമ്മൾ പഴനിയിൽ പലവട്ടം പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, ഉജ്ജയിനിൽ നടത്തിയിട്ടുണ്ട്, ചെന്നൈയിൽ നടത്തിയിട്ടുണ്ട്, വിദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്ര നാളായിട്ട് കേരളത്തിലൊരു പരിപാടി നടത്തിയിട്ടില്ലായിരുന്നില്ല. കാരണം ഭഗവാന്റെ അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട് എപ്പോഴാണ് കേരളത്തിലൊരു പ്രോഗ്രാം നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയെന്ന്. എല്ലാം ഞാൻ ഉത്തരം പറയാറ് ഭഗവാൻ അനുവദിച്ചാൽ നമുക്ക് നടത്താം എന്നാണ്. ഇന്ന് അനുവാദം കിട്ടി. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ്. ആ ദിവസത്തിൽ തന്നെ ഗുരുവായൂരിൽ വെച്ച് പഴനിയാണ്ടവൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഈ പരിപാടി നടത്താൻ പറ്റിയത് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. എൻ്റെ ജന്മനാട്ടിലെ ആദ്യത്തെ പ്രോഗ്രാം. എൻ്റെ പുസ്തകം യുഗപ്പിറവിക്ക് മുൻപിൽ എന്ന പുസ്തകത്തിൻ്റെ ഗ്രീൻ ബുക്സാണ് അത് പബ്ലിഷ് ചെയ്തത്. 18 മാസമായി പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ 10ാമത്തെ എഡിഷനാണ്. ഈ പുസ്തകം 2 കൈ നീട്ടും സ്വീകരിച്ച നിങ്ങളേവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസത്തിൽ എൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഞാൻ ഏറ്റവും വിനയത്തോടുകൂടി ഒരു കൂപ്പുകൈ. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഈ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷനിലെല്ലാം എത്തിച്ചേരാനും വന്ന നിങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ. നമ്മൾ ഈ പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ട് അത് അനുവാദം കിട്ടി അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഹോളാണ് സെലക്ട് ചെയ്ത് 1000 പേര് ഇരിക്കാവുന്ന ഒരു ഹോള്. നമ്മൾ വേറെ എവിടെയും പരസ്യം ചെയ്തൊന്നുമില്ല. നമ്മുടെ എല്ലമാർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു. ഇന്ന ദിവസം 22-ാം തീയതി പരിപാടിയാണ്, ആഗസ്റ്റ് 22-ാം തീയതി പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വരണം. നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. അതൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ ദിവസത്തുള്ള 2200 രജിസ്ട്രേഷനാണ് വന്നത്. അപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വലിയ ലെവലിലേക്കാണ് ഈ പ്രോഗ്രാം ഭഗവാൻ കൊണ്ടുപോകുന്നതെന്ന്. രജിസ്ട്രേഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എന്ത് ചെയ്യണമെന്ന് ആലോചന വന്നു. പക്ഷെ അപ്പോഴും ഒരുപാട് ആൾക്കാരുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കിതിൽ പങ്കെടുക്കണം, അതിനുള്ള അവസരം തരണമെന്ന് വെച്ച്. അവസാനം ഒരു തീരുമാനം എടുത്തു, 3 സെക്ഷനായിട്ട് ഈ പ്രോഗ്രാം നടത്താം. ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷൻ പ്രോഗ്രാം 1, ബുക്ക് ഫംഗ്ഷനോ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷൻ പ്രോഗ്രാം 2, അത് കഴിഞ്ഞിട്ട് അഗെയിൻ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷൻ. കാലത്ത് 5 മണി തൊട്ട് ആരംഭിച്ച് വൈകുന്നേരം 5 മണി വരെ തീരുന്നൊരു പ്രോഗ്രാം. വീണ്ടും രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തു. അടുത്ത ദിവസം വീണ്ടും 1200 വന്നു. 3500ഓളം പേരുടെ രജിസ്ട്രേഷൻ വീണ്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനും മേലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹോൾ 5 മണിക്ക് ഒഴിഞ്ഞു കൊടുക്കണം. പക്ഷേ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, നമ്മളെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിനെയൊക്കെ വിളിച്ചു കൂട്ടി. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്, വരുന്ന ആൾക്കാരെ നിരാശപ്പെടുത്താണ്ട് വിടണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. കാലത്ത് ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോണ പോലെ കാലത്ത് 4 മണിക്ക് എണീറ്റ് വൈകുന്നേരം 4 മണി വരെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് 3 സെക്ഷനാക്കി നടത്താം. വരുന്ന ആൾക്കാരെ സന്തോഷത്തോടെ വിടാൻ പറഞ്ഞു. എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾ ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ പ്രോഗ്രാം. ഇന്ന് 5 മണിക്ക് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ആരംഭിച്ചു. 4 മണിക്ക് നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾ അവരുടെ യൂണിഫോം ഇട്ട് റെഡിയായി ഇവിടെ തയ്യാറായി നിന്നു. 5 മണിക്ക് തൊട്ട് ഭക്തജനങ്ങൾ, നമ്മുടെ എല്ലാമാർക്കും മെമ്പേഴ്സ്, മുരുക ഭക്തരും എത്തി തുടങ്ങി. 6 മണിക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ലൈറ്റ് ബോഡി ആക്ടിവേഷനും മുരുക പൂജയും നടന്നു. 7:30 അവസാനിച്ചു. ആ വന്ന ആൾക്കാരെല്ലാം സന്തോഷത്തോടുകൂടി പിരിഞ്ഞുപോയി. ഇതാ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെ ഈ ബുക്ക് സെക്ഷന് വരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ കഴിഞ്ഞ് അപ്പോഴേക്കും 11:30 അടുത്ത റിപ്പോർട്ടിംഗ് ടൈമായിട്ട് അടുത്ത ആൾക്കാർ വരും.
അവരുടെ പ്രോഗ്രാം 2 മണിക്ക് തുടങ്ങും, ഒരു 4 മണിക്ക് അവസാനിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീം അംഗങ്ങൾക്ക് അവർക്ക് മാത്രമായിട്ട് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. അപ്പം ഞാൻ ഇന്നൊരു ദിവസം ഭഗവാനോട് പറഞ്ഞു, എല്ലാ എനർജി എനിക്ക് തരണേ, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ പോവാണ്, കാലത്തൊട്ട് വൈകുന്നേരം വരെ അങ്ങയുടെ എനർജിയിലാണ് ഞാൻ ഓടാൻ പോണേ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ യുഗപ്പിറവിക്കുന്ന പുസ്തകം അതെൻ്റെ ജീവിതാനുഭവങ്ങളാണ്. പഴനിയാണ്ടവൻ എന്നെ കൈപിടിച്ച് കൊണ്ടുപോയ അപൂർവ അനുഭവങ്ങൾ, അപൂർവ അറിവുകൾ, എനർജി പോയിൻ്റുകൾ, അവിടെ എനിക്കുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ വിജയങ്ങൾ, എൻ്റെ കുതിപ്പുകൾ എല്ലാം പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും സത്യസന്ധമായി വിവരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സത്യസന്ധത, ആ ഭഗവാന്റെ എനർജി ആയിരിക്കാം ഈ പുസ്തകം എത്രത്തോളം സ്വീകരിക്കപ്പെട്ടത്. ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ ചില നാൾവഴികളെക്കുറിച്ചും കൂടി ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നു. ഭഗവാൻ 18 വർഷത്തിന് ശേഷമാണ് എൻ്റെ യാത്ര. 2004 ആരംഭിച്ച് 2022 ഡിസംബർ 3 ഞാൻ ഈ ഫംഗ്ഷൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ചെന്നൈയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. മലയാള പുസ്തകം യുഗപ്പിറവിക്ക് മുമ്പിൽ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡൈമെൻഷൻ, അതിന് തമിഴ് ട്രാൻസ്ലേഷൻ ഓം മുരുക കുമാരികാണ്ഡം നോക്കി എൻ പയനം. ഈ 3 ബുക്കിൻ്റെയും ഒരേ സമയമാണ് ചെന്നൈയിൽ വെച്ച് 2022 ഡിസംബർ 3 പബ്ലിഷ് ചെയ്തത്. ഇപ്പം 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിൽ ആ ബുക്കിൽ എഴുതിയതിനെക്കാട്ടിലും കൂടുതൽ അനുഭവങ്ങളും അറിവുകളും ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എഴുതേണ്ട സമയം ഭഗവാൻ അനുവദിക്കാത്തത് കൊണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ബുക്കിൻ്റെ സെക്കൻഡ് ഭാഗം ഇപ്പോൾ വരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം എന്ന് അനുവദിക്കുന്നു അന്ന് നമ്മളത് എഴുതി തുടങ്ങും. ഇത് എഴുതണ സമയത്ത് ഒരു 2004 തൊട്ട് 2021 വരെ 1 കൊല്ലത്തെ ശ്രമമാണ് ഈ പുസ്തകം. 2021 വരെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച അനുഭവക്കുറിപ്പുകളായി, ഒരുപാട് ആൾക്കാരുകളെ കണ്ടുമുട്ടിയ സംഭവബഹുലമായ കഥകളായി, ഒരുപാട് മലകൾക്കും കാടുകൾക്കും ഗുഹകൾക്കും മരുഭൂമികൾക്കും കടലിൻ്റെ അടിയിലേക്കും യാത്ര ചെയ്ത അനുഭവ സമ്പത്തുകളായി ചെതറിക്കിടക്കുന്നതിന് ക്രോഡീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വഴി. സ്റ്റാർട്ട് ചെയ്തു, എഴുതി തുടങ്ങി. ഓരോ ഇത് എഴുതി കഴിയുമ്പോഴും എന്നെ സഹായിക്കാൻ മണികണ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോന്ന് എഡിറ്റ് ചെയ്ത് തന്നു. അവസാനം നമ്മളൊരു പബ്ലിക്കേഷനെ സമീപിച്ചു. ഗ്രീൻ ബുക്സ് നരേന്ദ്ര സാറ് ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിച്ചു. ആടുജീവിതം പോലത്തെ ബൃഹത്തായൊരു ബുക്ക്, കേരളം മുഴുവൻ ആഘോഷിച്ചൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത ഗ്രീൻ ബുക്സ് തന്നെ എൻ്റെ ബുക്ക് ഏറ്റെടുക്കാൻ തയ്യാറായതും ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിൻ്റെ ഒരു ശക്തി, പവർ, അത് ഉടനീളം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ബുക്കിന് വേണ്ടി എന്നെ സഹായിച്ച മണികണ്ഠനോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബിസ്മോളോട് നന്ദി പറയുന്നു. നരേന്ദ്ര സാറിനോട് നന്ദി പറയുന്നു. അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ചിത്രയോടും ഇംഗ്ലീഷിലേക്ക് സഹായിച്ച സൗമ്യയോടും, തമിഴും ഇംഗ്ലീഷ് പബ്ലിക്കേഷൻ്റെ അവരോട് സംസാരിച്ച് അതിൻ്റെ അഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കിയിരുന്ന ദത്താത്രയോടും ഞാൻ ഈ സമയത്ത് ഒരുപാട് നന്ദി പറയുകയാണ്. നമ്മുടെ LMRK ലയൺ മയൂര റോയൽ കിങ്ഡം ഒരു ലക്ഷ്യമുള്ളൂ, ഭാരതത്തിനെ സൂപ്പർ പവറാക്കുക. അതാണ് നമ്മുടെ പണി. ഞാൻ ഒരു ദേശീയവാദിയാണ്, രാഷ്ട്രവാദി. ലോകോ സമസ്തോ സുഖനോ ഭവന്തോ ഞാൻ തൽക്കാലം മാറ്റിവെക്കും. എനിക്ക് എൻ്റെ രാജ്യം നന്നായാൽ മതി, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല. ഈ രാജ്യത്തിനെ ഉയർത്തുക എന്നതാണ് എൻ്റെയും ഈ LMRK മെമ്പറായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതല. ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ നിയോഗിച്ചിട്ടുള്ളത്. എങ്ങനെ ഇതൊക്കെ നടക്കും എന്ന് ചോദിച്ചാൽ LMRKയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ചെയ്ത ഡ്യൂട്ടികളുടെ റിസൾട്ട് മാത്രം നോക്കിയാൽ മതി, എങ്ങനെ അത് ചരിത്രത്തിലെ മാറ്റിമറിക്കണമെന്നുള്ളത്. 2018 നമ്മൾ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് ടൈം സോണിൽ മുരുകാൻ്റെ സിംഹാസനം കൊണ്ട് വെച്ചു. എന്തിനു വെച്ചു? ഒരു കാലത്ത് ഭാരതമായിരുന്നു, ഉജ്ജയിനായിരുന്നു സീറോ ടൈം സോൺ. ഭാരതം ശക്തിയായ സമയത്ത് ഇവിടെയായിരുന്നു സീറോ ടൈം സോൺ. ഇവിടുത്തെ സമ്പത്തെല്ലാം കൊണ്ടുപോയി അവരുടേതാക്കിയപ്പോൾ ഗ്രീൻ ടൈം സോണും അവരുടേതാക്കി. തിരിച്ചു വരണം ഇന്ത്യയിലേക്ക്, ഉജ്ജയിനിലേക്ക്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്.
5 കൊല്ലം കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശ് നിയമസഭയിൽ ഉജ്ജയിനിൽ നിന്ന് ജയിച്ച MLA ആയ അവിടുത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രസ്താവന ഇറക്കി, ഗ്രീൻജ് ടൈം സോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ചെയ്തതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ അവിടെ ആരംഭിക്കുകയാണ്. ഇപ്പം നമുക്ക് അറിയും ബ്രിട്ടൻ്റെ അവസ്ഥ. ബ്രിട്ടൻ താഴ്ന്നു തുടങ്ങി, നമ്മൾ ഉയർന്നു തുടങ്ങി. ചരിത്രം നിർമ്മിക്കുകയാണ് LMRK ഭഗവാന്റെ സഹായത്താൽ. രണ്ടാമത്തെ ഡ്യൂട്ടി, സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ഒരു നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എന്തിനു പ്രതിഷ്ഠിച്ചു? ലോകം ഭരിക്കുന്ന ഡോളറിനെ ഡൗൺ ആക്കിയിട്ട് ഇന്ത്യൻ റുപ്പീസ് പവർഫുള്ളാവാൻ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഡോളറിൻ്റെ അവസ്ഥ. പെട്രോൾ ഡോളർ എന്നുള്ള ആ ബഹുമതി അവർക്ക് പോയി കിട്ടി. ഡോളർ തകർന്നു തുടങ്ങി. അതിൻ്റെ വെപ്രാളത്തിൽ ആ ശക്തികൾ ഈ ഏഷ്യൻ സ്ഥലങ്ങളിൽ കുറേ തത്രപ്പാടുകൾ ചെയ്യുന്നുണ്ട്. കുറേ രാഷ്ട്രീയ മാറ്റങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് പ്രവചനങ്ങൾ വന്നിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നവരുടെ ആ എനർജി സ്വീകരിച്ചവരുടെ, ആ ഡോളറിലിരിക്കുന്ന എനർജി സ്വീകരിക്കുന്നവർ ഇവിടെയെല്ലാം ഏഷ്യയിലെല്ലാം ചരിത്രം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടത്തുന്നു എന്നുള്ളത് നമ്മുടെ പല പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനൊന്ന് പറയുന്നു, ഏത് ദൈവങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങാത്തൊരു ദൈവമുണ്ട്, പഴനിയാണ്ടവൻ, മുരുകഭവൻ. അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം ഭാരതത്തിൽ ഒരാൾക്കൊന്നും തൊട്ടുകൂടാൻ പറ്റില്ല. ഇത് എൻ്റെ വാചകമല്ല കേട്ടോ, ഗുരുമൂർത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. തത്വമയില തോന്നുന്നു വാചകം പറഞ്ഞത്. അപ്പോൾ ആ LMRKയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭാരതത്തിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഭഗവാന്റെ പേരിൽ, എൻ്റെ പ്രാർത്ഥനകളുടെ പേരിൽ നിങ്ങളെ നമുക്കൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോവാം. നമ്മുടെ ലക്ഷ്യം ഒന്നുള്ളൂ, ഭാരതം സൂപ്പർ പവർ ആവുക. ഞാനൊരു യോഗിയല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ യോഗിയല്ല, ദൈവമല്ല, ഗോഡ് മാൻ അല്ല, ഞാൻ കമാൻഡറാണ്, മുരുകസേനയുടെ കമാൻഡർ. ഈ ലോകത്ത് ചില കാര്യങ്ങൾ ഭാരതത്തിന് വേണ്ടി ചെയ്യാൻ ഭഗവാൻ തീരുമാനിച്ച ഒരു ഗ്രൂപ്പിൻ്റെ കമാൻഡറാണ് ഞാൻ. നിങ്ങളെല്ലാവരും അതിൻ്റെ ടീം അംഗങ്ങളും. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം, ഓരോന്നോരോന്നായിട്ട്. ഭഗവാൻ നമ്മുടെ ഒപ്പുണ്ട്, പഴനിയാണ്ടൻ നമ്മുടെ ഒപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ആശീർവാദവും സംരക്ഷണവും നമ്മുടെ ഒപ്പമുണ്ട്. നമ്മൾ അടുത്ത യാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, അഗ്നിയാഗം. അതെവിടെ വെച്ച് എന്തിന് എന്നോ എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ 2 യാത്രകൾ ഈ അടുത്ത് നടത്തി. ഒന്ന് സിക്കിമിലെ ഗാങ്ടോക്കിലേക്ക്, ഒന്ന് ഹിമാചലിലെ സ്പിറ്റി വലയിലേക്ക്. ഇത് രണ്ടും കണക്റ്റായി, ഈ യാഗത്തിന് കണക്റ്റായ കുറേ രഹസ്യങ്ങളിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. യതികളെ സംബന്ധിച്ച രഹസ്യങ്ങൾ. ഓരോ സമയത്തും നമ്മൾ ഓരോ യാഗം നടത്തുമ്പോൾ ഓരോരുത്തർക്ക് ബലിതർപ്പണം ചെയ്തിട്ടാണ് നമ്മൾ യാഗം സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ യാഗം വിക്രമാദിത്യ മഹാരാജാവിനും 9 പണ്ഡിതന്മാർക്കാണ് ചെയ്തത്. ഉജ്ജയിൻ ഭരിച്ചിരുന്ന വിക്രമാദിത്യ രാജാവിനും 9 പണ്ഡിതർക്കും. രണ്ടാമത്തെ യാഗം ചോള രാജാക്കന്മാർക്കാണ് ചെയ്തത്. ആ യാഗം കഴിഞ്ഞ് 4ാമത്തെ മാസമാണ് നമ്മുടെ പാർലമെൻറ്റിൽ ചോളന്മാരുടെ സിംഹാസനം പ്രതിഷ്ഠിക്കപ്പെട്ടത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നമ്മുടെ യാഗം കഴിഞ്ഞ് 4ാമത്തെ മാസം തമിഴ് മന്ത്രം ചൊല്ലിയിട്ട് ചോളന്മാരുടെ ചെങ്കോൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അത് ചോള രാജാക്കന്മാർക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. അടുത്തത് യിങ്യാങ് യാഗമായിരുന്നു. നമുക്കൊരു പുതിയ ലോകക്രമം മെല്ലെ ഉരിഞ്ഞു തിരിയാണ്. പടിഞ്ഞാറിനെ തള്ളി ഏഷ്യൻ സൈഡിൽ ഇന്ത്യ, ചൈന, റഷ്യ, ഒരു പുതു ലോകക്രമം. കാരണം ഒരു കാലത്ത് ഇന്ത്യയും ചൈന തമ്മിൽ സ്പിരിച്വലായിട്ട് കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. അത് വീണ്ടും ഓപ്പൺ ആവും. ടിബറ്റ് ഓപ്പൺ ചെയ്യപ്പെടും ഭഗവാൻ സഹായിച്ചിട്ട്. പഴനിയാണ്ടവൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യിങ്യാങ് യാഗം നടത്തിയത്. അടുത്തത് ഉജ്ജയിൻ യാഗം നടത്തിയത്. മധ്യപ്രദേശ് ഉജ്ജയിനിൽ വെച്ച് പഴനിയിൽ നിന്ന് ബൈ റോഡാണ് വന്നത്. 2 കാര്യം ചെയ്തത്. ഒന്ന്, ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ദേവസേനാപതിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ യാഗം നടത്തിയത്. 2, കട്ട് ഇൻ സൗത്ത് എന്നുള്ള വിഷയം വെളിയിൽ പോകാൻ വേണ്ടിയിട്ടും പോയി. ഇപ്പം ആരും പറയാത്ത ലെവലിലേക്ക് മാറിയത്. ഇനി ആ സമയത്ത് നമ്മൾ 2 പേർക്കാണ് ദർപ്പണം ചെയ്തത്. ഒന്ന് ഭരത് മഹാരാജാവിനും ഡോക്ടർ BR അംബേദ്കറിനും. ഇപ്പോൾ അംബേദ്കറാണ് എല്ലാവരും ഉദ്ധരിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ യാഗത്തിൽ വരുന്ന ഒരു പ്രധാന ആളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഒരു വരവ് വരും, ചില കാര്യങ്ങൾ ചെയ്യും. പഴനിയാണ്ടവൻ്റെ അനുഗ്രഹത്താൽ അടുത്ത യാഗത്തിന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതോടൊപ്പം എൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും സഹിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും
കുട്ടികൾക്കും ഒരുപാട് നന്ദി. ഞാൻ പഴനിയാണ്ടവൻ ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എന്നെ തിരഞ്ഞെടുത്ത പഴനിയാണ്ടവനും എന്നെ പ്രസവിച്ച പെറ്റമ്മയ്ക്കും. അതാണ് ഞാൻ ബുക്ക് സമർപ്പിച്ചത്. അവർ രണ്ടുപേരെയും വണങ്ങുന്നു, വല്ലലാർ ചിത്രയെ വണങ്ങുന്നു, അച്ഛനെ വണങ്ങുന്നു, ഗുരു പരമ്പരയെ വണങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ശരവണഭവായ നമഃ.